ഹരിഹരൻ്റെ സങ്കല്പത്തിൽ ഉണ്ണിയാർച്ചയുടെ വീക്ഷണത്തിലൂടെ പോകുന്നൊരു വടക്കൻ പാട്ടായിരുന്നു ഹരിഹരൻ്റെ മനസ്സിൽ. അപ്പോൾ അത് പറഞ്ഞപ്പോൾ MT പറഞ്ഞു അതിനേക്കാൾ നന്നായിരിക്കുക, നമുക്ക് ഉണ്ണിയാർച്ചാണ് കാന്തപുരം, നമുക്ക് അതിനേക്കാൾ നന്നായിരിക്കുന്നത് ഇതിൽ വടക്കൻ പാട്ടിൽ ചന്തുവിനെ കേന്ദ്രീകരിച്ചുകൊണ്ടൊരു സിനിമയായിരിക്കും നമുക്ക്. കാരണം ചന്തുവിനെക്കുറിച്ച് അതുവരെ പാടി പുകഴ്ത്തി പറഞ്ഞിരിക്കുന്നത്, നിശിതമായി വിമർശിക്കുന്നത് ചതിയൻ ചന്തു എന്നുള്ള പേരിലാണെന്ന് ആലോചിക്കണം. അപ്പം ഇതുവരെ ചന്തുവിൻ്റെ കഥാപാത്രം ചതിയൻ ചന്തു എന്നുള്ള നമുക്കതൊന്ന് മാറ്റി എടുത്താലോ എന്ന് പറഞ്ഞു. അതൊരു കുഴപ്പമില്ലാത്ത കാര്യമാണ് ഹരിഹരൻ തോന്നി. അങ്ങനെയാണ് ഇപ്പോൾ നമ്മൾ ഈ 4K കാണുന്ന ഒരു വടക്കൻ വീരഗാഥ സിനിമയ്ക്ക് ഉണ്ടാവാൻ കാരണം. പിന്നെ എല്ലാം ദ്രുതഗതിയിലായിരുന്നു. പിന്നെ MT അത് എഴുതുന്നു, ഇവർ ഡിസ്കസ് ചെയ്യുന്നു, എല്ലാം എഴുതുന്നു. അപ്പോൾ എഴുതുമ്പോൾ നമുക്കൊരു സാധാരണ ഒരു കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പലപ്പോഴും ഒരു എഴുത്തുകാരൻ അതിപ്രശസ്തനാകുമ്പോൾ സംവിധായകൻ എത്ര കഴിവുണ്ടവനായാലും അയാൾ മറന്നു പോകുന്നു, അയാൾ പലരും ഓർക്കാൻ പേടിക്കുന്നു എന്നുള്ളതാണ്. ഇപ്പം ഞാൻ പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട്, ഇതിപ്പോൾ എത്ര വിമർശിക്കേണ്ടവർ വിമർശിച്ചോളൂ. ഈ ഹരിഹരനും MTയും ചേർന്ന് കുറേ സിനിമകൾ ചെയ്തിട്ടുണ്ട്, കുറേ നല്ല സിനിമകൾ ചെയ്തിട്ടുണ്ട്. ആ സിനിമകൾ ഒന്നിനും MTക്ക് അവാർഡ് കിട്ടാതെ ഹരിഹരന് അവാർഡ് കിട്ടിയിട്ടില്ല.